കഴുതപ്പുറത്ത് ജെറൂസലേമിലേക്ക് വന്ന യേശു പിന്നീട് കുതിരപ്പുറത്ത് വരുന്നത് എന്തുകൊണ്ട്? ഈശോയുടെ ജെറൂസലേം പ്രവേശനം കഴുതപ്പുറത്തായിരുന്നു. സാധാരണ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് വരിക. എന്നാൽ സ്വയം വിനീതനായി ഈശോ ഒരു കഴുതയുടെ പുറത്ത് ജെറൂസലേം ദേവാലയത്തിലേക്ക് വന്നു. എന്നാൽ അവൻ വീണ്ടും വരുന്നവനാണ്. എന്നാൽ രണ്ടാമതായി അവൻ വരുന്നത് കഴുതപ്പുറത്തല്ല, കുതിരപ്പുറത്താണ്. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാടിന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വെള്ളക്കുതിരയുടെ പുറത്തേറി ഒരുവൻ വരുന്നതും കണ്ടു. അവന്റെ മിഴികൾ തീനാളം പോലെ, അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ, വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. സ്വർഗീയ സൈന്യങ്ങളുടെ ഒരു വലിയ വ്യൂഹവും അവനെ പിൻപറ്റുന്നു. പിശാചും അവനെ ആരാധിക്കുന്നവരും അവനെതിരെ യുദ്ധം ചെയ്തു. അവൻ അവരെ പിടിച്ച് ജീവനോടെ അഗ്നി തടാകത്തിലേക്ക് എറിഞ്ഞു. ബാക്കിയുള്ളവരെ തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് അവൻ വധിച്ചു. കാരണം അവനാണ് രാജാതിരാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും, സർവശക്തനായവൻ, സകല യുദ്ധവും ജയിക്കുന്നവൻ. ആയതിനാൽ സ്വയം വിനീതരായി മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് ഈ ഭൂമിയിൽ നാം ജീവിച്ചാൽ നാളെ അവൻ രാജാവായി വെള്ളക്കുതിരയുടെ പുറത്ത് വരുമ്പോൾ നാമും അവരോടുകൂടെ വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കും.